കാരുണ്യത്തിന്റെ സാന്ത്വന സ്പർശവുമായി അത്യപൂർവ ടെലിവിഷൻ കാഴ്ച അനന്തരം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഫ്ലവേഴ്സിൽ തത്സമയം. മലയാള മനസ്സുകൾ കാത്തിരുന്ന സംഗീത വസന്തം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. വെൽക്കം ടു QTWD So presents Kalyan Silks Flowers Top Singer, co-presented by Skyline Builders, powered by iTech Dazzler Luminous Liquid Makeup, Kerala Matrimony, Rixo Shirts and Jeans and Josco Jewelers. സർഗ സംഗീത സല്ലാപ വേദിയിൽ കുട്ടിക്കുറുമ്പുകൾക്ക് തുണയായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, MJ അങ്കിൾ, അനു ചേച്ചി, ഋതു ചേട്ടൻ. കുട്ടിക്കുറുമ്പുകളുടെ ആലാപന വസന്തത്തിന്റെ വാദ്യാഘോഷം നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. സംഗീതവേദിയെ സ്വരമാധുരി കൊണ്ട് ധന്യമാക്കാൻ എത്തുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായിക തീർത്ഥ. വെൽക്കം ഓൺ സ്റ്റേജ്. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി. ഈ പാട്ടാണ് ഞാൻ ഇന്ന് ദക്ഷിണാമൂർത്തി സ്വാമി റൗണ്ടിൽ പാടാൻ പോകുന്നത്. 1971 പുറത്തിറങ്ങിയ മറുനാട്ടിലൊരു മലയാളി എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതി ലെജൻസായ യേശുദാസ് സാറും ജാനകിയമ്മയും പാടിയ പാട്ടാണിത്. അപ്പോൾ ഈ മനോഹരമായ പാട്ട് ഞാൻ പാടിയിട്ട് തീർത്ഥക്കുട്ടി, എന്തോ ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ ഇന്ന് ദക്ഷിണാമൂർത്തി സ്വാമി റൗണ്ടില് മനസ്സിലുണരു ഉഷസന്ധ്യ. ഒരു വീണയും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും ഇപ്പൊ സരസ്വതി അമ്മയെ പോലെ തന്നെ ഇരിക്കും. അതെ, കണ്ടിട്ടില്ലേ സരസ്വതിയുടെ പടം കണ്ടിട്ടില്ലേ? അത് എന്ത് രസമാണല്ലേ ലോകത്തിലുണ്ട്. അപ്പോ അസലായിട്ട് പാടും. തകർക്കൂ. താങ്ക് യു. ഉഷസന്ധ്യയായി ഉഷസന്ധ്യയായി പഠിക്കാം. ഉഷസന്ധ്യയായി എന്ന് പറഞ്ഞു. ഉഷസന്ധ്യയായി ഉഷസന്ധ്യയായി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോ
മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നിൻ മന്ദഹാസമാ ബോധനിലാവിൽ നിൻ മന്ദഹാസമാ ബോധനിലാവിൽ നിൻ മനക്കണ്ണുകൾ വിടരട്ടെ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി പുസ്തകരൂപത്തിൽ ആയുധരൂപത്തിൽ പുണ്യവതി നിന്നെ കൈത്തൊടുന്നേ പുസ്തകരൂപത്തിൽ ആയുധരൂപത്തിൽ പുണ്യവതി നിന്നെ കൈത്തൊടുന്നേ അഴകായി വീര്യമായി ആത്മസംതൃപ്തിയായി അഴകായി വീര്യമായി ആത്മസംതൃപ്തിയായി അവിടുന്നടിയനിൽ നിറഞ്ഞാലും മനസ്സിലുണരു കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ പകരൂ കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ പകരൂ കേളി കലയുടെ തരംഗമാല കേളി കലയുടെ തരംഗമാല മേലെന്നെയും ലയിപ്പിക്കൂ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി തീർത്ഥാസ് എന്തോ ആഹാ ചില ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ പെർഫെക്റ്റ് ആയിട്ട് പാടി എനിക്ക് അഭിമാനം തോന്നി ആ ഇടങ്ങളൊക്കെ ആ രാഗത്തിന്റെ ഛായകൾ അതിന്റെ പ്രതിച്ഛായകൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ച് 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 കാണിച്ചു നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നിൻ മന്ദഹാസമാ ബോധനിലാവിൽ നിൻ മന്ദഹാസമാ ബോധനിലാവിൽ നിൻ മനക്കണ്ണുകൾ വിടരട്ടെ എനിക്ക്
തോന്നിയ ഒരു കാര്യം, ഒരു സ്ട്രഗിൾ വരുന്ന എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിനൽ വോയിസും ഫോൾസെറ്റവും കൂടെയുള്ള അതെ. ആ മിക്സിൽ ഒരു സ്ട്രഗിൾ ഉണ്ട്. അത് മാക്സിമം ഒളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കയ്യിൽ നിൽക്കുന്നില്ല ചില സ്ഥലങ്ങൾ. അത് തീർച്ചയായും കയ്യിലല്ല, നമ്മൾ കൈക്കലാക്കണം. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് നടന്നോട്ടെ, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള ഒരു വരയിൽ പോകുന്നുള്ളൂ, അതിന് താഴെ പോകുന്നില്ലല്ലോ. അപ്പോൾ വൈ നോട്ട്, നമുക്ക് ശ്രുതി കുറച്ച് എന്താ കുഴപ്പം? അപ്പോൾ കുറച്ചും കൂടെ ഒറിജിനൽ വോയിസിൽ പാടാൻ പറ്റും. ഫോൾസെറ്റോയിലോട്ടുള്ള ചേഞ്ച് ഓവർ കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ ഏതാണ് ശ്രുതി? ബി ആണ്. ഏ മനസ്സിലുണരൂ പാട്ട് പാടിക്കോ. ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. അഴകായി എന്നുള്ള ആ രാഗത്തിലുണ്ടല്ലോ, ആത്മസംതൃപ്തി. ആത്മസംതൃപ്തി. അഴകായി വീര്യമായി ആത്മസംതൃപ്തിയായി. ഏകദേശം അവിടെ എത്താൻ പറ്റും. ആ ആത്മ മാത്രം ഫോൾസെറ്റോ പാടി. അഴകായി വീര്യമായി ആത്മസംതൃപ്തി. അത് പാടാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള ഒരു ട്രെയിനിങ് കുറച്ചും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അത്തരത്തിലുള്ള സെലക്ഷൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വെരി ബിഗിനിങ് തുടക്കം എടുത്ത് ആ നോട്ട് കുറച്ചും കൂടെ കറക്റ്റായിട്ട് എടുക്കണം തോന്നി. മനസ്സിലുണരൂ അല്ലേ? മനസ്സിൽ മനസ്സിലുണരൂ മനസ്സിൽ മനസ്സിലുണരൂ. അത് വേറെ ഏതോ പോലെ ഇരുന്നു. നാദമനോഹര ലയരാവിൽ ആ രാഗം ശരിക്കും അവിടെ തോന്നിക്കട്ടെ. നാദമനോഹര ലയരാവിൽ. ബെറ്റർ ആണ്. അവസാനത്തെ കനിവിൻ കാഞ്ചന അത് വരുന്നില്ലേ? അത് പാടിയേ. കനിവിൻ കാഞ്ചന കനിവിൻ കാഞ്ചന കതിർ. കലയുടെ വർണ്ണ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ആ അമൃതവർഷനില് പമക സ അല്ലേ, അത് കൃത്യമായിട്ട് എടുത്തു കേട്ടോ. കലയുടെ വർണ്ണ ഗരി സക വരും. കലയുടെ വർണ്ണങ്ങൾ പകരൂ. അപ്പൊ വീണ്ടും വീണ്ടും ആ കലയുടെ വർണ്ണങ്ങൾ പകർത്താനായിട്ട് പറ്റട്ടെ. സരസ്വതി ദേവിയെ പറ്റിയുള്ള പാട്ടല്ലേ? അപ്പോൾ അമ്മ അങ്ങനെ അനുഗ്രഹിക്കട്ടെ. അമ്മ എന്ന് പറയുമ്പോൾ കൊല്ലൂരിലുള്ള അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹത്തിലാണ് ഞാനിവിടെ ഫ്ലവേഴ്സിലിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, സത്യം. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തട്ടെ കേട്ടോ. പക്ഷെ എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പറയില്ലേ, ഒരു ആനച്ചന്തം എന്ന് പറയില്ലേ, അത് ആ രീതിയിലുള്ള ഒരു ചന്തമുണ്ട് പാട്ട്. ഫൈനർ ആസ്പെക്ട്സ് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഈ ഒറിജിനൽ വോയിസ് ടു ഹെഡ് വോയിസ് കൺവേർഷൻ, അത് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോളൊരു റിയലി ടാലന്റഡ് ആർട്ടിസ്റ്റാണ്. പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു ക്ലാസിക്കൽ വോക്കലിസ്റ്റാണ് ബേസിക്കലി. കാരണം മോള് ക്ലാസിക്കൽ പാടുന്ന കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സംഗതികളൊക്കെ പാടുന്ന കേൾക്കുമ്പം വളരെ എന്താണ് ആത്മാർത്ഥമായിട്ട് പാടുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നു. എസ്പെഷ്യലി പല്ലവിയൊക്കെ പാടി തുടങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുസ്തകരൂപത്തിൽ ആയുധരൂപത്തിൽ പുണ്യവതേ നിന്നെ കൈത്തൊഴുന്നേ. അഴകായി വീര്യമായി
ഇടയ്ക്ക് വന്നപ്പോഴാണ് കുറച്ച് ഇപ്പം ഈ പറഞ്ഞ ഈ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ മോക്ക എത്തുന്നില്ല. അവിടെ കുറച്ച് സംഗതികളും കൂടെ വരുമ്പോഴത്തേക്ക് ആ പോർഷൻസാണ് ഒരു ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത്. ആത്മസംതൃപ്തിയായി അത് കഴിഞ്ഞ് കേളി കലയുടെ ഇതെല്ലാം ആ പോർഷനല്ലേ, മേളിലോട്ട് പോകുന്ന പോർഷനല്ലേ, അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതലൊരു പ്രശ്നമായിട്ട് തോന്നി. ബാക്കിയുള്ള കുറേ സ്ഥലങ്ങൾ അസലായിട്ട് പാടി കേട്ടോ, ഗംഭീരമായിട്ട് ചില സംഗതികളൊക്കെ വെച്ച് കാച്ചിമുക്കി ഫ്ലാറി. കാരണം ഞാനിപ്പോൾ ആദ്യം തൊട്ട് പിന്നെ മോടെ ആ വളർച്ച ഇങ്ങനെ നോക്കുകയാണ് സംഗീതത്തിലുള്ള. എസ്പെഷ്യലി പല ഭാഗങ്ങൾ ഈ പാട്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി. അത് ഒരു എന്താണ്, നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് മാത്രമേ അത്രയും പാടാൻ പറ്റത്തുള്ളൂ. അല്ല ചുമ്മാ വന്നിട്ട് ഈ പാട്ട് പാടിയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പം മീനൂട്ടിക്ക് ഈ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീനൂട്ടി പുല്ലുപോലെ പാടും, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചുമ്മാ ഒരു കുട്ടി വന്ന് പാടാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും വളരെ നന്നായിട്ട് പാടി. കീപ് ഇറ്റ് അപ്പ്. ഇതുപോലെ തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് യു ഷുഡ് ബിക്കം എ വെരി ഗുഡ് ക്ലാസിക്കൽ സിംഗർ. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ സിംഗ് പ്ലേബാക്ക് സിംഗിങ് ഓൾസോ. എന്നാലും പ്ലേബാക്ക് സിംഗിങ് ആണെങ്കിലും ഏറ്റവും നല്ലത്, എൻ്റെ അടുത്ത് രവീന്ദ്ര മാഷൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, കുട്ടാ എന്നാ വിളിക്കുന്നു, എടാ നീ നന്നായിട്ട് പാടും, പക്ഷെ അത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ നീ കച്ചേരി കീർത്തനങ്ങൾ പഠിച്ച് പാടണം. അത് നിനക്കൊരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നിനക്ക് എന്തെങ്കിലും ഒരു വരുമാനം തരുന്ന രീതിയിൽ നിന്നെ കൊണ്ടുപോകുന്നു. അത് സത്യമാണ്. ഞാൻ എൻ്റെ പ്രാക്ടീസ് ഇല്ലായ്മ കൊണ്ട് എനിക്ക് ഒരുപാട് കീർത്തനങ്ങളും ബാക്കിയെല്ലാം അറിയാം, പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ നമ്മുടെ സിനിമ പാട്ടും ഗാനമേളയും ഇതുപോലത്തെ റിയാലിറ്റി ഷോയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, പ്രാക്ടീസ് ഇല്ല. അത് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കച്ചേരി ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോഴും എനിക്കൊരു 2-3 കച്ചേരി പാടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 6 മാസമെങ്കിലും എല്ലാത്തിൽ നിന്നും വിട്ട് അതിൽ മുഴുവനായിട്ട് മുഴുകിയിരിക്കണം. ആരുടെ അനുഗ്രഹത്തോടു കൂടി? മൂകാംബി അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി അതിൽ മുഴുകിയിരുന്നാൽ പാടാൻ സാധിക്കും. അതുകൊണ്ട് മോള് ക്ലാസിക്കൽ പഠിക്കണം, പാടണം. ഓക്കെ, നന്നായിട്ട് അത് ബേസിക് ആയിട്ട് അത് പഠിക്കുക. പിന്നെ സിനിമ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തീർത്ഥ എന്തോ എപ്പോഴും തീർത്ഥൻ്റെ പാട്ട് നമ്മൾ ഒരു തീർത്ഥയാത്രയായിട്ട് പോവും. അങ്ങനെ ഒരു പാട്ടാണ് ഇത്. ഒരു രാഗമാലിക അല്ലേ. പിന്നെ സ്വാമിയുടെ പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയണ്ട. അവരുടെ ഒരു ക്ലാസിസിസം എന്ന് പറഞ്ഞാൽ ഈ പൂർവി കല്യാണിയും സാരംഗാവും പിന്നെ അമൃതവർഷിണിയൻ ശ്രീരഞ്ജനി അങ്ങനെ വളരെ മനോഹരമായ ഒരു കോമ്പസിഷനാണ് അത്. തീർത്ഥയ്ക്ക് ഇത് നല്ല ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ക്ലാസിക്കലിൽ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാട്ട് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. എനിക്ക് കുറേ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നി രാഗത്തിൻ്റെ ചില ഈ സരസ്വതീന്ന് സംഗതി പാടിയല്ലേ, ചില സംഗതികൾ അതിൻ്റെ ആ സംഗതിൻ്റെ ഛായ ഉണ്ടായിരുന്നു, പക്ഷെ കൃത്യമായിട്ട് ആ സംഗതി ഒന്നും തെളിയിച്ചില്ല എന്ന് എനിക്കങ്ങനെ തോന്നി. അത് എസ്പെഷ്യലി പൂർവി കല്യാണിയിൽ ആ സരസ്വതീന്ന് ഒരു ഫസ്റ്റ് വരുന്ന സ്ഥലം, അത് ഒന്ന് പാടി കേൾപ്പിക്കാം. സരസ്വതി ഇപ്പോ അത് കറക്റ്റായിട്ട് ഇപ്പോൾ വന്നു. പക്ഷെ നേരത്തെ പാടിയപ്പോൾ അത് എന്താണ്, അതൊരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അത് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. സാരംഗായിൽ വരുന്ന നാദമനോഹര ലയരാവില്ലല്ലേ, ആ ലയരാവിലും അത് കറക്റ്റായിട്ട് ഡിഫൈൻ ആയിട്ടില്ല. ഒന്ന് പാടിക്കാൻ. നാദമനോഹര ലയരാവിൽ അത് സാരംഗാൻ്റെ ആ ഒരു എസൻസ്. പിന്നെ ശ്രീരഞ്ജനിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആലാപന അല്ലേ, വളരെ ലോങ് ആണ്, എന്നാലും അത് പെർഫെക്റ്റ് ആയിട്ട് ആ ആലാപന വളരെ നന്നായിരുന്നു. ഈ അമൃതവർഷിണിയില്ലേ, ആ ഒരു സെക്ഷനിൽ ഈ അമൃതവർഷിണി എസ്പെഷ്യലി ഈ കേളി കലയുടെ തരംഗമാല അല്ലേ, ആ നോട്ട് തന്നെ എന്തോ കുറച്ച് ഒന്ന് അത് കറക്റ്റായിട്ട് വന്നില്ല എന്ന് എനിക്ക് സംശയം. ഒന്ന് പാടി. കേളി കലയുടെ തരംഗമാല, കേളി കലയുടെ തരംഗമാല. അത് നേരത്തെ പാടിപ്പോ അത് വേറെ നോട്ട് പാടി ആ സ്ഥലത്തില്, അപ്പോൾ അത് കുറച്ചൊന്ന് കറക്റ്റായി വന്നില്ല എന്ന് തോന്നി. ഇങ്ങനെ ചെറിയ ചെറിയ ഈ രാഗത്തിന്റെ അല്ലേ, ഇപ്പൊ മോൾക്കെല്ലാം അറിയാം, പക്ഷെ കുറച്ചുകൂടി ഒന്ന് ആ ഡെഫിനേഷൻ ഓഫ് സർട്ടൻ സംഗതീസ് അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 100%. നമുക്ക് തീർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് 200% ആണ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇത് നല്ലത് ആണ്, പക്ഷെ ഇത് അറ്റംപ്റ്റ് ചെയ്തതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ, ഒരുപാട് അഭിമാനം തോന്നുന്നു എനിക്ക്. താങ്ക് യു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. തീർത്ഥക്കുട്ടി, എന്തോ
ഞാനും ഇപ്പോൾ ഇതുപോലെ തന്നെ ഇവർ 3 പേരും പറഞ്ഞതിങ്ങനെ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഈ പാട്ട് ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്, പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എന്തൊക്കെ വേണം, എന്തൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാം എന്നുള്ളതൊക്കെ ഇപ്പോൾ ഇവർ 3 പേരും പറഞ്ഞില്ലേ. അപ്പോൾ അത് ഞാനും കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം സ്റ്റേജിൽ ഞാൻ പാടുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്, കർണാട്ടിക് എന്ന് പറയുന്നത് നമുക്കൊരു ഫൗണ്ടേഷൻ അത്യാവശ്യമാണ്. അത് പ്രോപ്പറായിട്ട് പഠിച്ചാൽ നമുക്ക് എല്ലാ സോങ്ങും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോള് കർണാട്ടിക് പഠിക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഈ പാട്ട് പാടുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ കീപ് ഗോയിങ്, നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പറഞ്ഞ ഒരു വാക്ക് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, യു ആർ ആൻ ആബ്സല്യൂട്ട് ബ്രില്യൻസ്. തീർത്തു. എന്തോ പുതിയ പേര് തീർത്തു. തീർത്തു. ആ, തീർത്ത്. അപ്പൊ തീർത്തൊരു ഇതും ഗ്രേഡ് കൊടുക്കും. കൊടുക്കാം. ആ, തീർത്തു കൊടുക്കും. തീർത്തു കൊടുക്കാം. സെൽഫ് അസസ്മെന്റ് സെഷൻ. ഏത് ഗ്രേഡ്? എ ബാബു. കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ്. ആ യെസ്. ഗ്രേഡ് ഇസ് എ. താങ്ക് യു. തീർത്തൊരു പൂക്കുറ്റി അട്ടി. Congratulations, Tirtha is awarded A. Wow. താങ്ക് യു.